മോർണിംഗ് വോയിസ് എന്ന അനുഗ്രഹീത പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ദൈവനാമ മഹത്വത്തിനായി ഒരു ഗാനം നമുക്കിപ്പോൾ ശ്രവിക്കാം. ദേവസുതാവന്ദനം സദാതവ യേശുപരാവന്ദനം. ദേവസുതാവന്ദനം സദാതവ യേശുപരാവന്ദനം. ഇന്ന് ദൈവവചനത്തിൽ നിന്ന് കർത്താവിന്റെ ദാസൻ വിൽസൺ വർഗീസ് തണ്ണിത്തോട് ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. പ്രാർത്ഥനയോടെ ശ്രവിച്ചാലും. മോർണിംഗ് വോയിസിലൂടെ ഞങ്ങളെ ശ്രവിക്കുന്ന ബഹുമാന്യ പ്രിയപ്പെട്ടവർക്ക് വീണ്ടും വരുന്ന ലോകരക്ഷിതാവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ഞങ്ങളുടെ പ്രഭാതവന്ദനത്തെ അറിയിക്കുന്നു. അനുഗ്രഹീതമായ ഒരു പുതിയ പ്രഭാതം കൂടി ദൈവം നമുക്ക് ദാനമായി നൽകി. കർത്താവ് അനുവദിച്ചാൽ ഈ പ്രഭാതത്തിൽ നാം നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ വേണ്ടി നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കുകയാണല്ലോ. ഈ അനുഗ്രഹീതമായ പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ തക്കൊണ്ട് നമ്മുടെ ഹൃദയത്തെ ഒരുക്കുന്ന ഒരു വേദഭാഗം വായിച്ച് ചില ചിന്തകൾ പ്രഭാതത്തിൽ പങ്കുവെക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 18-ാം അധ്യായം അതിൻ്റെ 43-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു. ക്ഷണത്തിൽ അവൻ കാഴ്ച പ്രാപിച്ചു, ദൈവത്തെ മഹത്വീകരിച്ചും കൊണ്ട് അവനെ അനുഗമിച്ചു. ജനം എല്ലാം കണ്ടിട്ട് ദൈവത്തിന് പുകഴ്ച കൊടുത്തു. ഈ വേദഭാഗം നമുക്ക് വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണ്. നമ്മുടെ കർത്താവിൻ്റെ ഐഹിക ശുശ്രൂഷ കാലഘട്ടങ്ങളിൽ കർത്താവ് ചെയ്ത നിരവധി അത്ഭുത പ്രവൃത്തികളുണ്ട്. മരിച്ചവരെ ഉയർപ്പിച്ചു, കുഷ്ഠരോഗികൾക്ക് സൗഖ്യം നൽകി, മുടന്തർക്ക് സൗഖ്യം നൽകി, അന്ധരായ ആളുകൾക്ക് സൗഖ്യം നൽകി, കേൾവിയില്ലാത്തവർക്ക് സൗഖ്യം നൽകി. മാത്രമല്ല കർത്താവിൻ്റെ അടുക്കൽ വന്ന നാനാവിധ രോഗികൾക്കും കർത്താവ് സൗഖ്യം നൽകുവാൻ ഇടയായി തീർന്നിട്ടുണ്ട്. കർത്താവ് ചെയ്ത അത്ഭുത പ്രവൃത്തികൾ അനവധിയാണ്. എല്ലാ സംഭവങ്ങളും വിശുദ്ധ തിരുവെഴുത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല എങ്കിൽ പോലും നമ്മുടെ ആത്മീയ ജീവിതത്തിന് വളരെ ഫലപ്രദമായിരിക്കുന്ന ചില സംഭവങ്ങൾ മാത്രം വിശുദ്ധ തിരുവെഴുത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് നമ്മുടെ കർത്താവ് യെരീഹോമിന് അടുത്ത് എത്തുമ്പോൾ ഒരു കുരുടൻ വഴിയരികിൽ ഭിക്ഷ യാചിച്ചുകൊണ്ടിരുന്നത് ലൂക്കോസ് സുവിശേഷം 18-ാം അധ്യായം 35 മുതലുള്ള വേദഭാഗം നാം വായിക്കുമ്പോൾ കാണുന്നുണ്ട്. അവൻ യേശു കർത്താവിനെക്കുറിച്ചുള്ള ഒരറിവ് അവൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. അന്ധനായിരുന്നാലും അവൻ കർത്താവ് കടന്നു പോകുമ്പോൾ കേൾക്കപ്പെടുന്ന ആരവാരം എന്താണ് എന്നുള്ളത് അവിടെ കൂടപ്പെട്ട ചിലരോട് ചോദിക്കുമ്പോൾ നസ്രയനായ യേശു ഈ വഴി കടന്നു പോകുന്നു എന്നുള്ളത് കേട്ടിട്ട് ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ എന്ന് ഉറക്കെ നിലവിളിച്ചു. പലരും അവനെ മിണ്ടാതിരിക്കുവാൻ അവനോട് പറഞ്ഞിട്ടും അവൻ തൻ്റെ ആ ഉച്ചത്തിലുള്ള നിലവിളി തുറന്നുകൊണ്ടിരുന്നു. കർത്താവ് അവൻ്റെ അടുക്കൽ നിൽക്കുകയും അവനെ തൻ്റെ അടുക്കിലേക്ക് വരുത്തി അവൻ്റെ ആവശ്യം എന്താണെന്ന് ചോദിച്ച് അവന് സൗഖ്യം നൽകുന്ന ആ ഒരു സംഭവമാണ് 35 മുതൽ 43 വരെയുള്ള വേദഭാഗങ്ങളിൽ നാം വായിക്കുന്നത്. ഇവിടെ അവസാനം നാം വായിച്ചത് അവൻ കാഴ്ച പ്രാപിച്ചപ്പോൾ അവൻ ദൈവത്തെ മഹത്വീകരിച്ചും കൊണ്ട് കർത്താവിനെ അനുഗമിച്ചു എന്നുള്ളത് നമുക്കവിടെ വായിക്കുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. തൻ്റെ ജീവിതത്തിൽ സംഭവിക്കുവാൻ ഒരിക്കലും കഴിയാതിരുന്ന, പലപ്പോഴും അസാധ്യമെന്ന് താൻ ചിന്തിച്ചിരുന്ന, തൻ്റെ ജനനം മുതൽ തൻ്റെ മരണം വരെ താൻ ഈ അന്ധകാരത്തിൽ മാത്രം ആണ് ഇനിയും ജീവിക്കപ്പെടേണ്ടെന്നുള്ളതായിരിക്കുന്ന ആ ഒരു ബോധത്തോടുകൂടെ ജീവിക്കപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു ഈ കുരുടനായിരിക്കുന്ന ഈ മനുഷ്യൻ. എന്നാൽ ഇവൻ്റെ ഭൗതികമായ കണ്ണുകൾ അന്ധത നിറഞ്ഞതായിരുന്നുവെങ്കിലും അവൻ്റെ ആന്തരികമായ കണ്ണുകൾ അത് തുറക്കപ്പെട്ടതായിരുന്നു. ഇവിടെ യേശു കർത്താവിനെക്കുറിച്ച് അവൻ മനസ്സിലാക്കിയ 3 വസ്തുത നമുക്ക് ഈ വേദഭാഗങ്ങൾ കാണാൻ കൊണ്ടും കഴിയുന്നുണ്ട്. അതിൻ്റെ 38-ാമത്തെ വാക്ക് നാം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് അവൻ യേശുവിനെ സംബോധന ചെയ്യുന്നത് ദാവീദ് പുത്ര എന്നുള്ളതായിരുന്നു. പ്രവാചകന്മാർ മുൻകൂട്ടി പ്രസ്താവിച്ചതുപോലെ ദാവീദിൻ്റെ കുലത്തിൽ നിന്ന് ഈ ഭൂമിയിലേക്ക് മാനവ സമൂഹത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഉദയം ചെയ്യുന്ന നമ്മുടെ കർത്താവിനെക്കുറിച്ചുള്ളതായിരിക്കുന്ന ആ കേൾവി അവൻ്റെ ഹൃദയങ്ങളെ വളരെയധികം വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നിരുന്നു.
ന്യായപ്രമാണത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ, അവൻ്റെ ആ ഭൗതികമായ കണ്ണുകൾ അന്ധത നിറഞ്ഞതായിരുന്നുവെങ്കിലും അവൻ കേൾക്കപ്പെട്ട കാര്യങ്ങൾ അവൻ്റെ ഹൃദയത്തിൻ്റെ അകത്തടങ്ങളിൽ അവൻ വളരെ വ്യക്തമായി അവൻ മനസ്സിലാക്കിയിരുന്നു. യേശുക്രിസ്തു ദാവീദിൻ്റെ പുത്രനാണെന്നും യേശുക്രിസ്തു ഭൂമിയിലേക്ക് മാനവ സമൂഹത്തിൽ രക്ഷകനായിട്ടാണ് കടന്നു വരുന്നത് എന്നുള്ളതായിരിക്കുന്ന ഉത്തമമായ ഒരു ബോധ്യം അവനെ ഭരിക്കുവാൻ നമ്മുടെയായിത്തീർന്നു. രണ്ടാമത്തെ കാര്യം, ആ വാക്യത്തിൽ തന്നെ വായിക്കുന്നു, എന്നോട് കരുണ തോന്നണമേ എന്നാണ് അവൻ നിലവിളിക്കുന്നത്. ദൈവപുത്രനായ ക്രിസ്തു അല്ലെങ്കിൽ ദാവീദിൻ്റെ മകനായി ഈ ഭൂമിയിൽ അവതാരമെടുക്കുന്ന ദൈവപുത്രനായ ക്രിസ്തു അവൻ കരുണയുള്ളവനാണ് എന്നുള്ളതായിരിക്കുന്ന ഒരു ബോധ്യം അവൻ്റെ ഹൃദയത്തിലേക്ക് ഉണ്ടായിരുന്നു. മാത്രമല്ല, മാനുഷികമായ കരുണകളൊക്കെ അത് പലപ്പോഴും അല്പനേരത്തേക്ക് മാത്രമേ ഉള്ളൂ. നമുക്കറിയാം, ഈ അന്ധനായ മനുഷ്യൻ തൻ്റെ ആ സൗഖ്യത്തിനു വേണ്ടി നിലവിളിക്കുമ്പോൾ പലരും മനുഷ്യരൊക്കെ അവനോട് മിണ്ടാതിരിക്കുക എന്നവനെ തർജ്ജനം ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. എന്നാൽ അവൻ ഒരു കാര്യം അറിയായിരുന്നു, ദൈവത്തിനായ ക്രിസ്തു കരുണ തോന്നുന്നവനാണ്. ഇവിടെ മാത്രമല്ല, മൂന്നാമത്തെ ഒരു പ്രത്യേകത നാം കാണാൻ കഴിയുന്നത്, തൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുവാൻ ദൈവപുത്രനായ ക്രിസ്തുവിന് മാത്രമേ കഴിയുകയുള്ളൂ എന്നുള്ള ബോധ്യം അവൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്നു. നാം വായിക്കുന്നത് അതിൻ്റെ 41-ാം വാക്യം നാം വായിക്കുന്നത് ഇങ്ങനെയാണ്. അവൻ കർത്താവിനോട് പറയുന്നു, കർത്താവേ, എനിക്ക് കാഴ്ച കിട്ടണം എന്ന് അവൻ പറഞ്ഞു എന്ന് നാം വായിക്കുന്നു. തൻ്റെ അന്ധത നിറഞ്ഞ, താൻ ഇതുവരെയും ലോകത്തിൽ മറ്റൊന്നും കാണാൻ കഴിയാതിരുന്നിട്ടും യേശുക്രിസ്തുവിനെ വിശ്വാസ കണ്ണുകളാൽ കണ്ടവൻ അവൻ കർത്താവിനോട് പറയുകയാണ്, കർത്താവേ, എനിക്ക് കാഴ്ച കിട്ടണം, എൻ്റെ അന്ധത മാറ്റുവാൻ അങ്ങയ്ക്ക് മാത്രമേ കഴിയുകയുള്ളൂ, എൻ്റെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുവാൻ അങ്ങയ്ക്ക് മാത്രമേ കഴിയുകയുള്ളൂ, അവിടുത്തേക്ക് മാത്രമേ എൻ്റെ ഈ അവസ്ഥയിൽ നിന്ന് വിടുവിക്കുവാൻ കൊണ്ടും കഴിയുകയുള്ളൂ. കാരണം സൃഷ്ടിതാവായ ദൈവത്തിന് മാത്രമേ സൃഷ്ടിയായ മനുഷ്യൻ്റെ ആ പ്രശ്നങ്ങൾ എന്താണോ അത് അറിഞ്ഞ് അവരെ സഹായിക്കുവാൻ, രക്ഷിക്കുവാൻ കൊണ്ടും കഴിയുകയുള്ളൂ എന്നുള്ള വസ്തുത ഈ മനുഷ്യനിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. കർത്താവ് അവനോട് പറയുന്ന ഒരു കാര്യം 42-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത് ഇങ്ങനെ പറയുന്നു, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. അവൻ്റെ വിശ്വാസം എന്തായിരുന്നു? യേശുക്രിസ്തു മാനവ സമൂഹത്തിനു വേണ്ടി ലോകത്തിലേക്ക് അവതരിക്കപ്പെടുന്ന ദൈവപുത്രനാണ് ക്രിസ്തു എന്നുള്ളത് അവന് മനസ്സിലായി. 2, കരുണ തോന്നുന്നവനാണെന്നുള്ളത് മനസ്സിലായി. 3, പ്രശ്നങ്ങൾക്ക്, എൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുവാൻ കഴിയുന്നത് യേശുക്രിസ്തുവിന് മാത്രമാണ് എന്നുള്ളത് അവന് മനസ്സിലാക്കുവാൻ തക്കവണ്ണമിടയായി തീർന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ വസ്തുത അവൻ്റെ ഹൃദയത്തിൽ ഉണ്ടാക്കിയ മാറ്റം, അവൻ്റെ ജീവിതത്തിൽ വരുത്തിയ വലിയ മാറ്റം, കർത്താവ് അവന് സൗഖ്യം നൽകിയാണ്. അവൻ കാഴ്ച പ്രാപിച്ചു. അതാണ് അവിടെ നാം കാണാൻ കഴിയുന്ന ഏറ്റവും വലിയ സംഭവം എന്ന് പറയുന്നത്. അവൻ്റെ വിശ്വാസം കണ്ടിട്ട് കർത്താവ് അവന് കാഴ്ച നൽകി. എൻ്റെ പ്രിയപ്പെട്ടവരെ, നാമും പാപാന്ധകാരത്തിൽ ജീവിക്കപ്പെട്ടവരായിരുന്നു. എന്നാൽ ദാവീദിൻ്റെ പുത്രനായ ലോകത്തിലേക്ക് അവതരിച്ച കരുണാസമ്പന്നനായ ദൈവം നമ്മുടെ ആത്മീയ അന്ധത മാറ്റിയിട്ട് നമുക്ക് ഒരു ദിവ്യ പ്രകാശം നമുക്ക് നൽകുവാനിടയായിത്തീർന്നു. ഇന്നും നാം വിശ്വാസ കണ്ണുകളാണ് നമ്മുടെ കർത്താവിനെ കാണുന്നത്. എന്നാൽ ഒരിക്കൽ നമ്മുടെ കർത്താവിനെ നാം കാണും. ഇവിടെ നാം വായിച്ച ആ വേദഭാഗത്തിലേക്ക് മടങ്ങി വരാം. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, ക്ഷണത്തിൽ അവൻ കാഴ്ച പ്രാപിച്ചു, അവൻ ദൈവത്തെ മഹുദ്ധീകരിച്ചും കൊണ്ട് അവനെ അനുഗമിച്ചു. എത്രയോ അനുഗ്രഹീതമായ കാര്യമാണ്. ദൈവിക നന്മകൾ പ്രാപിച്ച മനുഷ്യൻ അവർ ദൈവത്തിന് മഹത്വം കൊടുക്കേണ്ടത് ആവശ്യമാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എത്രയോ അതേ നന്മകൾ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ നൽകി. അതുകൊണ്ടാണ് സംഗീതകാലം പറയുന്നത്, യഹോഭക്തന്മാരെ എൻ്റെ അടുക്കൽ നിങ്ങൾ വരിക, യഹോവ ചെയ്ത നന്മകളെ ഞാൻ വിവരിച്ച് പറയാം. നമ്മുടെ ജീവിതത്തിൽ എത്രയെത്ര നന്മകൾ കർത്താവ് നമുക്ക് നൽകി തരുവാൻ തീർന്നിട്ടുണ്ട്. യഹോവയുടെ ഉപകാരങ്ങളൊന്നും മറന്നു പോകരുത് എന്ന് തിരുവെഴുത്ത് നമ്മൾ വളരെ വ്യക്തമായി ഓർപ്പിക്കും. ഇന്ന് പ്രഭാതത്തിൽ നാം നമ്മുടെ കർത്താവിനെ ആരാധിക്കുമ്പോൾ ദൈവത്തിന് നന്മകളെ ഓർക്കാം. പാപാന്തകാലത്ത് നമ്മളെ വിടുവിച്ച ആ വലിയ വസ്തുത നമുക്ക് ഓർക്കാം. നമ്മുടെ ജീവിതത്തിൽ നൽകിയ സകല നന്മകളെയും ഓർത്തുകൊണ്ട് ഇന്ന് പകൽ നമ്മുടെ കർത്താവിനെ ആരാധിപ്പാൻ ഈ ചിന്തകളാൽ ദൈവമായ കർത്താവ് നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കുകയും നമ്മെ സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. കർത്താവിൻ്റെ നാമം എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇതുവരെ ഞങ്ങളെ ശ്രദ്ധിച്ച എല്ലാവർക്കും വീണ്ടും വരുന്ന കർത്താവിൻ്റെ വിശുദ്ധമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുന്നു. കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഭൂമിയിൽ വന്നവനേ സദാ തവ ഭൂമിയിൽ വന്നവനേ
സുധാവന്ദനം സദാ തവ യേശുപര